കുമ്പളങ്ങിയിലെ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ നേരിട്ട് കണ്ടതും പറഞ്ഞു കേട്ടതുമായ രസകരമായ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ വളരെ ഭൂസ്വത്തുള്ള ഒരാളായിരുന്നു ചൊറിക്കുഞ്ഞേട്ടൻ, മാളാട്ട് ചൊറിക്കുഞ്ഞേട്ടൻ. ഞങ്ങളുടെ ബന്ധുക്കൾ കൂടിയാണ്. അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം ചെരിപ്പിടില്ല, പക്ഷേ എവിടെ പോകുന്നു നടന്നേ പോകൂ. ഇപ്പോൾ ഞങ്ങൾ തോപ്പപ്പടി താമസിക്കുന്ന കാലത്ത് ചൊറിക്കുഞ്ഞേട്ടൻ കുമ്പളങ്ങിൽ നടന്നു വരും. അപ്പോൾ എൻ്റെ അപ്പനും അങ്ങനെ തന്നെ. എൻ്റെ അപ്പനും ചെറുപ്പകാലത്ത് അധികം ബസ്സിലോ വണ്ടിയിലോ ഒന്നും അധികമല്ല പോകുക, നടന്നാൽ പോവുക അധികം. അപ്പോൾ ചൊറിക്കുഞ്ഞേട്ടൻ്റെ മകൻ സേവർ, അദ്ദേഹം ഓസ്ട്രേലിയയിൽ MBBS പഠിക്കാൻ പോയി. അക്കാലത്ത് ഓസ്ട്രേലിയയിൽ പോകുകയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഫ്ലൈറ്റിലല്ല, അന്ന് പോകുന്നത് കപ്പലിലാണ്. അപ്പോൾ വെല്ലിംഗ്ടൺ ഐലൻഡിലെ താജ് ഹോട്ടൽ, അത് മലബാർ ഹോട്ടലാണ്, പിന്നീട് അന്ന് താജാകുന്നത്. മലബാർ ഹോട്ടലിൻ്റെ മുമ്പ് വരെ കപ്പൽ വരും. ആ കപ്പലിലൂടെയാണ് പോകുന്നതും വരുന്നതും. അങ്ങനെ ഡോക്ടർ സേവ്യർ അവിടെ പഠിച്ച് പാസ്സായി പ്രാക്ടീസ് തുടങ്ങി. അവിടെ നിന്ന് വന്ന ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു, ഓസ്ട്രേലിയക്കാരത്തി. അപ്പോൾ ഇവർ വരുക, കുമ്പളങ്ങിലേക്ക് വരുക, കപ്പലിലാണ് വരുന്നത്. അപ്പോൾ ഈ കപ്പലിൽ വന്ന ഇവരെ ഈ മലബാർ ഹോട്ടലിൻ്റെ മുമ്പിൽ നിന്ന് സ്വീകരിച്ച് ഓടിവെള്ളത്തിൽ വലിച്ച് കുമ്പളങ്ങി വടക്കേ കടത്തവിടേക്ക് കൊണ്ടുവന്നു. വടക്കേ കടത്തവിടിൽ അദ്ദേഹം ഇറങ്ങുമ്പോൾ ഒരു ജാഥയായിട്ടാണ് വരുന്നത്. മുമ്പിൽ ഒരു യൂറോപ്യൻ ക്ലോസറ്റ്. കാരണം ഈ ഓസ്ട്രേലിയക്കാരത്തെ സ്ത്രീ കുമ്പളങ്ങിക്കാരൊക്കെ ഞങ്ങൾ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യുന്ന തോടഞ്ചിയ പുഴയുടെ സൈഡില്ല. അന്ന് കക്കൂസകളൊന്നുമില്ല. തോട്ടിലേക്ക് അല്ല പുഴയിലേക്ക് ഒരു കുറേ കുറ്റിയിട്ട് ഒരു കക്കൂസ് പോലെ പണിത് വെച്ചിരിക്കും. അവിടെ കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ ഇവർ ഓസ്ട്രേലിയക്കാരത്തെയല്ലേ. അപ്പോൾ ഇവർക്ക് യൂറോപ്യൻ ക്ലോസറ്റ് വേണം. സാമ്പത്തികമായ നല്ല സ്ഥിതി കൊണ്ട് ഈ പിന്നെ ചൊറിക്കുഞ്ഞേട്ടൻ വീട് ഭംഗിയാക്കി പുതുതായിട്ട് പണിത് അവിടെ ഈ ക്ലോസറ്റ് കൊണ്ടുപോയി സ്ഥാപിച്ചു. ആ ക്ലോസറ്റ് യാത്ര കുമ്പളങ്ങിയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അത്ഭുതമായ പലർക്കും എന്തിന് ഈ ക്ലോസറ്റ് വേണോ? ഞങ്ങളുടെ ഭാഷ പറഞ്ഞ തൂറാൻ. ക്ലോസറ്റ് എന്താ? മൂത്രം ഒഴിക്കാൻ പറമ്പിൽ എവിടെയെങ്കിലും മൂലക്ക് ചെയ്താൽ പോലെ. അത് പറമ്പിൻ്റെ മൂലയിൽ എവിടെയെങ്കിലും ഒരു ഓല കൊണ്ടൊന്ന് കെട്ടി വെച്ചിട്ട് അവിടെ ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ ക്ലോസറ്റ് കുമ്പളങ്ങിയിലേക്ക് ആദ്യമായി വരുന്ന ഒരു മോഡേണൈസേഷൻ എന്ന് പറയുന്നത് ആ ക്ലോസറ്റാണ്. അതുപോലെ മദാമ്മ പിന്നെ കുമ്പളങ്ങിയിൽ റോഡിലൂടെ ഇങ്ങനെ നടക്കും. പിന്നെ ഹസ്ബൻഡും വൈഫും കൂടി സേവറും ഇവരും കൂടി നടക്കാൻ പോകും. അപ്പോൾ ഒരിക്കലും അവരിങ്ങനെ നടക്കുമ്പോൾ കാണാൻ ഒരു ചകിരിക്കെട്ട് വരുന്നു. ചകിരിക്കെട്ട് ഇങ്ങനെ പോവുക. അപ്പം ഈ മദാമ്മ പോയി അടിയിൽ പോയി നോക്കിയപ്പോൾ ഒരാളുടെ തലയിൽ വെച്ച് കൊണ്ടുപോകുന്നത്. അപ്പം അവർക്ക് കാണാൻ കഴിയും. വെച്ച് പൊട്ടിച്ചിരിച്ചു. അവരും കൂടി പറഞ്ഞു എന്താ എൻ്റെ തലയിലേക്ക് വെച്ചേര് എന്ന് പറഞ്ഞ മദാമ്മ. അതുപോലെ തന്നെ ഒരിക്കലും കുറേ യൂറോപ്യൻസ് പിന്നെ ജർമ്മനിയിൽ നിന്നും ഇറ്റലിയിൽ നിന്നും എന്നുള്ള ആളുകൾ കുമ്പളങ്ങി വന്നു. കുമ്പളങ്ങിൽ നിന്ന് ഒത്തിരി അച്ഛന്മാരുണ്ട്, അച്ഛന്മാരും കന്യാസ്ത്രീമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ അവരുടെ സുഹൃത്തുക്കളെയൊക്കെ ചിലപ്പോൾ കുമ്പളങ്ങി കൊണ്ടുവരും. അങ്ങനെ ഒരിക്കലും കുറേ യൂറോപ്പിൽ നിന്നുള്ള കുറേ ആളുകൾ കുമ്പളങ്ങി വന്നു. തിരിച്ചു പോയപ്പോൾ അവരുടെ നാട്ടിലെ പബ്ലിഷ് ചെയ്യുന്ന ചെറിയ ചെറിയ പാംഫ്ലെറ്റുകളിൽ എഴുതിയൊരു കഥയുണ്ട് കുമ്പളങ്ങിയെക്കുറിച്ച്. there is a village called Kumbalangi in India, in Kerala, and the people have got wonderful characters. അതിലൊന്ന് അവർ പറഞ്ഞത് ഈ ആടിന് മുലക്കച്ച കെട്ടി എന്നുള്ളതാണ്. ഈ മുലക്കച്ച കെട്ടിയ ആട് എന്താ യഥാർത്ഥത്തിൽ എന്താ സംഭവം? ഈ ആടിൻ്റെ തള്ളയാടിൽ നിന്ന് കുഞ്ഞുങ്ങളും പാല് കുടിക്കരുത്, അതിനു വേണ്ടിയാണ് ഈ മുലക്കച്ച പോലെ കെട്ടിയിടുന്നത്. പക്ഷേ വന്ന യൂറോപ്യൻസ് തോന്നിയത് ഇതൊരു പ്രത്യേക സ്വഭാവമാണ്, ആ ഗ്രാമത്തിലെ ജനങ്ങളുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് ഇത് എന്നാണ് കണ്ടത്. അതുപോലെ അവരെഴുതും there are people in കുമ്പളങ്ങി who walks backward, പുറകോട്ട് നടക്കുന്ന ആളുകൾ. എന്താ യഥാർത്ഥത്തിൽ നടക്കുന്നത്? കയറി പിരിക്കുന്ന ആളുകൾ ഇങ്ങനെ പുറകോട്ട് നടക്കുക, നാട്ടിൽ ചകിരി കൊളുത്തിയിട്ട് പുറകോട്ട് ഇങ്ങനെ നടക്കും. അതിനെക്കുറിച്ച് ഈ യൂറോപ്പിൽ നിന്ന് വന്ന ആളുകൾ പറഞ്ഞ് പുറകോട്ട് നടക്കുന്ന ജനവിഭാഗങ്ങൾ. അപ്പോൾ ഇങ്ങനെ കൊച്ചു കൊച്ചു കഥകൾ കുമ്പളങ്ങിയെക്കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു കഥ പറഞ്ഞിട്ടുള്ളത് കളിയാക്കിയാണെങ്കിൽ പോലും കുമ്പളങ്ങിയിലെ ബഹുഭൂരിപക്ഷം ആളുകൾ ക്രൈസ്തവരാണ്, മത്സ്യത്തൊഴിലാളികളാണ്, ലത്തീൻ സഭയുമായി ബന്ധപ്പെട്ടവരാണ്. അപ്പോൾ വലിയ വിശ്വാസികളാണ്. അപ്പോൾ റുഹാദ കുഷ തമ്പുരാൻ വരുന്നത് പ്രാവിൻ്റെ രൂപത്തിലാണ്.
അപ്പോൾ വലിയ വിശ്വാസത്തിൽ നിൽക്കാൻ പ്രാവ് എന്ന് പറയുന്നത് ഋഹാദകുശാസമ്പകാരൻ്റെ ചിഹ്നമാണ്. ഒരിക്കലെ പള്ളിയിൽ ഞായറാഴ്ച പള്ളിയിലെ കുർബാന കഴിയുമ്പോൾ പള്ളിയുടെ മുമ്പിൽ കൂടി ഒരു വലിയ പ്രാവ് പോകുന്നു ശബ്ദത്തോടുകൂടി. ആളുകൾ മുട്ടൂത്ത് നിന്ന് കുരിശു വരച്ചു. പിന്നീടാണ് അറിഞ്ഞത് തൊട്ടടുത്ത നേവൽ ബേസിൽ വന്ന സീപ്ലെയിനായിരുന്നു അതെന്ന്. അത് കുമ്പളങ്ങിക്കാരെ കളിയാക്കിക്കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കുമ്പളങ്ങി പെരുമ്പടപ്പ് പാലം പണിയുന്ന കാലഘട്ടം. അപ്പോൾ ഒരു മെത്രാൻ കുമ്പളങ്ങിയിൽ വന്നു. കടത്തുകട വിട്ട് അവർ ചോദിച്ചു, ഇതെന്താ ഈ പാലം? അത് കുമ്പളങ്ങിയിൽ നിന്നും പെരുമ്പടത്തേക്കാണ്. അപ്പോൾ പെരുമ്പടപ്പുകാർക്ക് ഇങ്ങോട്ട് വരാം, അവർക്ക് ഇങ്ങോട്ടും വരാം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ കുമ്പളങ്ങിക്കാർ ഇത്ര മണ്ടന്മാരായിപ്പോയി. അത് സാധാരണ പോഴന്മാരെന്നാണ് പറയുന്നത്, ഞങ്ങളുടെ ഭാഷയിൽ പോഴൻ എന്നാണ്, മണ്ടൻ എന്നല്ല പറയുന്നത്. പോഴന്മാരായിപ്പോയി, നിങ്ങളാണ് ഈ പാലത്തിന് വേണ്ടി സമരം ചെയ്തത്, നിങ്ങൾക്ക് വേണ്ടി ഈ പാലം പണിയുന്നത്. അപ്പോൾ പെരുമ്പടപ്പുകാർ പിന്നെ ഈ പാലത്തിൽ കൂടി ഇങ്ങോട്ട് വരുന്നത് അവർ സമരം ചെയ്തിട്ടില്ലല്ലോ. ഉടനെ കുമ്പളങ്ങി അവിടെ ഉണ്ടായിരുന്ന ആളുകൾ വടക്കേ കടത്തകടവിൽ മെത്രാനെ യാത്രയേക്കാൻ വന്ന ആളുകൾ പറഞ്ഞു, അത് ശരിയാ, ഞങ്ങളല്ലേ സമരം ചെയ്തത്, ഞങ്ങളല്ലേ മുദ്രാവാക്യം വിളിച്ചത്, അതുകൊണ്ടൊരു കാര്യം ചെയ്യും, കുമ്പളങ്ങി പെരുമ്പടപ്പ് പാലം കുമ്പളങ്ങിക്കാർക്ക് രണ്ടറ്റവും കുമ്പളങ്ങിയിൽ. ഇങ്ങനെ ഇതൊക്കെ ഒരു തമാശ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, പോളന്മാരെന്നാണ് പറയുന്നത്. ഒരിക്കൽ ഞാനിന്നും ഓർക്കുന്നുണ്ട്, കുമ്പളങ്ങിയിലെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് എൽ ജേക്കബിനാണ്. എറണാകുളത്തെ ജനപ്രിയ നേതാവായിരുന്നു എൽ ജേക്കബ്. 25 വർഷക്കാലത്തിലധികം അദ്ദേഹം MLA ആയിരുന്നു. അദ്ദേഹം എറണാകുളത്തിൻ്റെ MLA ആയിരുന്നെങ്കിലും ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അധികവും ഞങ്ങൾ ചെയ്യുന്നത് ജേക്കബിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഒരിക്കൽ ഞങ്ങൾ ചെന്നു, ജേക്കബിനോട് പറഞ്ഞു, ജേക്കബിൻ്റെ ഞങ്ങൾക്കൊരു ബസ് ഇട്ട് തരണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് കുമ്പളങ്ങിയിലേക്ക് തന്നെ ബസ് വരിക, അങ്ങോട്ട് കുമ്പളങ്ങി പെരുമ്പടപ്പ് പാലമൊന്നും ആയിട്ടില്ലല്ലോ, അവിടെ വഞ്ചിയല്ലേ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അതല്ല, കണ്ടമാലി വഴി, കണ്ടക്കടവ് ജംഗ്ഷൻ വഴി, കുറച്ച് വളഞ്ഞ വഴിയാണ്, വഴി ഒരു ബസ് ഇട്ടാൽ ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ജേക്കബിൻ ചോദിച്ചു, ഇത്രയും വളഞ്ഞ വഴി ആര് യാത്ര ചെയ്യാനാണോ, വെറുതെ വണ്ടി ഇട്ടാൽ പിന്നെ യാത്രക്കാർ വേണ്ടേ. അവസാനം ഞങ്ങളുടെ സമ്മർദ്ദം കൊണ്ടും അദ്ദേഹം വണ്ടി ഇട്ടു. ആ വണ്ടിയെ സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾ കുമ്പളങ്ങി തെക്കേ കടത്തകടൻ്റെ അവിടെ മാറി പഴങ്ങാട് പള്ളിയുടെ അവിടെ നിന്നു. വണ്ടി വരുമ്പോൾ വണ്ടി നിറച്ച ആളുകളാണ്. അപ്പോൾ ജയിക്കപ്പെട്ടം പറയും, അതാ കുറേ പോഴന്മാർ വരുന്നു. അപ്പോൾ ഞങ്ങളെക്കുറിച്ചൊരു തമാശ, ഇങ്ങനെ ഒത്തിരി തമാശകൾ. പക്ഷെ ഒരു കാര്യമുള്ളത്, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആളുകളുടെ ഒരു കൊച്ചു ഗ്രാമമാണ്. എല്ലാ വീട്ടിലും ഒരു മിനിമം ഒരു ഗ്രാജുവേറ്റ് ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉണ്ട്. ധാരാളം ആളുകൾ പഠിച്ച് നല്ല നിലയിലായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരിക്കൽ ഒരു മെത്രാൻ പറഞ്ഞത്, തലയിൽ അല്പം വെള്ളവും വെളിച്ചവും ഉള്ള ആളുകളാണെങ്കിൽ പഠിച്ച് വലുതായി അവരൊക്കെ അമേരിക്കയിൽ പോയിട്ടുണ്ട്. കാരണം കുമ്പളങ്ങിൽ ഒത്തിരി ആളുകൾ അമേരിക്കയിൽ പോയിട്ടുണ്ട്. അല്പം തട്ടിപ്പും വെട്ടിപ്പും ഉണ്ടെങ്കിൽ അത് രാഷ്ട്രീയക്കാരായിട്ടുണ്ട്. അപ്പോൾ ഞാനും കൂടി ഇരിക്കുമ്പോഴാണ് പറയുന്നത്, രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ അല്പം തട്ടിപ്പും വെട്ടിപ്പും ഉള്ളവരാണ്. പിന്നെ തലയിൽ ഒന്നുമില്ലാത്തവർ അവർ കന്യാസ്ത്രീമാരും പള്ളിയിലെ അച്ഛന്മാരുമാകും. ഇതൊക്കെ കുമ്പളങ്ങിക്കാരെക്കുറിച്ച് പറയുന്ന തമാശകളാണ്. പക്ഷേ ആ തമാശകളൊക്കെ ഞങ്ങൾ അംഗീകരിക്കും. ഞാൻ കുമ്പളങ്ങി കഥകളെന്ന് എൻ്റെ പുസ്തകം ആദ്യം എഴുതി, അത് NN സത്യവ്രതൻ, പ്രസിദ്ധനായ പത്രപ്രവർത്തകൻ NN സത്യവ്രതനെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം മാതൃഭൂമിയുടെ സബ് എഡിറ്ററായിരുന്നു. അദ്ദേഹമാണ് തേവര കോളേജിൽ 1972 പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകിയപ്പോൾ, അതുവരെയും തേവര കോളേജ് മെൻസ് കോളേജാണ്, ഞാൻ പഠിക്കുമ്പോൾ മെൻസ് കോളേജാണ്. അപ്പോൾ അന്ന് സത്യൻ എഴുതി, തേവര കോളേജിൽ വളകിടുക്കാം. അത്രയും പ്രഗത്ഭനായ ഒരു പത്രപ്രവർത്തകനായിരുന്നു സത്യവ്രതൻ്റെ നാടാണ് കുമ്പളങ്ങി. അപ്പോൾ പ്രഗത്ഭരായ ഒത്തിരി ആളുകൾ ഈ കുമ്പളങ്ങി കൊച്ചു ഗ്രാമത്തിൽ നിന്നും വളർന്ന് വലുതായി ലോകം മുഴുവൻ പോയിട്ട്, അതിന് കാരണം ഈ സെൻറ്റ് പീറ്റേഴ്സ് വിദ്യാലയമാണ്. അപ്പോൾ കുമ്പളങ്ങിയിൽ നിന്ന് ഇങ്ങനെ പഠിച്ചു പോകുന്ന ആളുകൾ, ജീവിതത്തിൻ്റെ വലിയ നിലയിലെത്തിയിട്ടുള്ള ആളുകൾ, അവിടെ നിന്ന് മജിസ്ട്രേറ്റ് ഉണ്ടായിട്ടുണ്ട്, എഡ്യൂക്കേഷൻ രംഗത്തുണ്ട്, അധ്യാപകരുണ്ട്, ഡോക്ടേഴ്സുണ്ട്. ഇതിൻ്റെ എല്ലാം കാരണം ഈ സെൻറ്റ് പീറ്റേഴ്സ് വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലൂടെ വളർന്ന് പന്തലിച്ച ഒരു ഗ്രാമത്തിൻ്റെ അംഗമാണ് ഞാൻ എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ വലിയ സന്തോഷമുണ്ട്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. കുമ്പളങ്ങിയിലെ ചെറുതും വലുതുമായ ഓരോ സംഭവങ്ങളും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കുമ്പളങ്ങിയിൽ കലാരംഗത്ത്
പ്രാഗൽഭ്യം നേടിയവരുണ്ട്, കായിക രംഗത്ത് പ്രാഗൽഭ്യം നേടിയവരുണ്ട്. കലയോടും കായിക പ്രവർത്തനങ്ങളോടും വലിയ മമതയാണ് കുമ്പളങ്ങിക്കാർക്കുള്ളത്. എൻ്റെ ചെറുപ്പകാലത്ത് ഞായറാഴ്ച കുർബാന കഴിഞ്ഞാൽ ഞാനും എൻ്റെ അനിയനും അപ്പനും കുഞ്ഞു പെങ്ങളും കൂടി ഞങ്ങൾ പള്ളിയുടെ വടക്കുവശത്തുള്ള ബോസിൻ്റെ ഒരു ചായപ്പീടിയുണ്ട്. അവിടെ ചെന്നാൽ പുട്ടും പപ്പടവും കിട്ടും, പാൽ ചായയും കിട്ടും. അപ്പന് കടുപ്പമുള്ള ചായയാണ്. ആ സന്ദർഭത്തിൽ അമ്മയും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു കാര്യസ്ഥന നിലയിൽ പ്രവർത്തിക്കുന്ന അഗസ്റ്റിൻ ചേട്ടനും ഒന്നിച്ച് ചക്യാമുറി ചന്ത, പള്ളിക്ക് തൊട്ടടുത്തുള്ള ചന്തയാണ് ചക്യാമുറി ചന്ത, അവിടെ ചെന്ന് പോത്തിറച്ചിയോ പശുയിറച്ചിയോ മാട്ടിറച്ചിയോ വാങ്ങി ഓലയിലാണ്, അത് ഒരു ഓലക്കൂടാണ്, ആ ഓലക്കൂടയിലിട്ട് കൊണ്ടുപോകും. പിന്നീടാണ് ഞങ്ങൾ പോകുന്നത്. ആ ദിവസങ്ങളിലൊക്കെ ഈ ഞായറാഴ്ച ഉൾപ്പെടെയുള്ള ഒഴിവ് ദിവസങ്ങളിൽ ഉച്ച കഴിയുമ്പോൾ ഞങ്ങളെല്ലാം സമൃദ്ധമായ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് പറമ്പുകളിൽ ചവിട്ട് നാടകം നടക്കുന്നത്. പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന ഒരു കലാരൂപമാണിത്. പഴയ കുരിശ് യുദ്ധത്തിൻ്റെ ഭാഗമാണ്. ഒരു ഭാഗത്ത് ക്രൈസ്തവർ, മറുഭാഗത്ത് മുസ്ലിംകൾ. ആഡംബരങ്ങളോടുകൂടി തലയിൽ തൊപ്പിയൊക്കെ വെച്ച് കയ്യിൽ വാളുമേറി തമിഴിലാണ് പാട്ട്. വളരെ ഉച്ചത്തിൽ പാടി ചവിട്ടി കാല് പൊക്കി ഉള്ള ഈ കലാരൂപം പള്ളിപ്പെരുന്നാളുകളിൽ, പ്രത്യേകിച്ച് ക്രിസ്മസ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഉയർപ്പിൻ്റെ കാലഘട്ടത്തിൽ വളരെ ആഡംബരത്തോടുകൂടി കളിക്കും. പലപ്പോഴും 3 ദിവസം നീണ്ടു നിൽക്കുന്ന നാടകമാണിത്. അതിൽ അന്നത്തെ ഈ കളിക്കാരുടെ പ്രാഗൽഭ്യം പറയുന്നത് ഈ തട്ടിനിട്ടിരിക്കുന്ന മാവിൻ പലക ചവിട്ടി ഓടിക്കണമെന്നാണ്. ഞങ്ങളുടെ നാട്ടിലെ പല പ്രമാണിമാരും ഈ ചവിട്ട് നാടകത്തെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഞാനിന്നും ഓർക്കുന്നത്, കല്ലഞ്ചേരിയിൽ നിന്ന്, കല്ലഞ്ചേരി ദ്വീപാണ് കുമ്പളങ്ങിയിൽ തന്നെ, അവിടെ നിന്ന് കുമ്പളങ്ങിയിൽ വന്ന് ചാറായിക്കട നടത്തുന്നൊരു വല്യപ്പനുണ്ട്. ആ വല്യപ്പൻ്റെ കടയിൽ പോയ അപ്പൻ വൈകുന്നേരം കടയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു 7 മണി 8 മണിയോടുകൂടി പോയി അല്പം ചാരായം കുടിച്ച്, ആദ്യകാലത്ത് അതിന് വെള്ളമാണ് ഒഴിച്ചിരുന്നത്, പിന്നീട് സോഡയായി. ആ സോഡയെക്കുറിച്ച് തന്നെ കഥ പറയാറുണ്ട്. ഈ സോഡ വന്നപ്പോൾ വളരെ ആവേശത്തോടു കൂടിയാണ് ആളുകൾ കണ്ടത്. അന്ന് ഈ വട്ടിട്ട സോഡയാണ്, ഇങ്ങനെ കഴുത്തിൽ വട്ടുണ്ട്, അമർത്തിക്കഴിഞ്ഞാൽ താഴേക്ക് പോകും. അത് കുമ്പളങ്ങിയിലൊന്നും സോഡയില്ല, സോഡയുള്ളത് തോപ്പുംപടിയിലാണ്. അപ്പോൾ തോപ്പുംപടി ചെന്ന് സോഡ വാങ്ങിച്ചാൽ കുപ്പിയുടെ കാശ് കൂടി കൊടുക്കണം. കുപ്പി തിരിച്ചു കൊടുത്താലേ കാശ് കിട്ടത്തുള്ളൂ. ഒരിക്കലും ഒരു കുമ്പളങ്ങിക്കാരൻ ചെന്ന് തോപ്പുംപടിയിലെ സോഡാക്കാരനോട് സോഡ ചോദിച്ചു. അപ്പോൾ സോഡാക്കാരൻ പറഞ്ഞു, സോഡ കൊടുത്തു, പക്ഷെ കുപ്പിയുടെ കാശ് തരണം. അത് കുമ്പളങ്ങിക്കാരനകത്ത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ഉടനെ തൊട്ടടുത്തുള്ള ചന്തയിൽ പോയി, തോമ്പടി ചന്തയിൽ പോയി ഒരു വലിയ കലം വാങ്ങിച്ചു, കുറച്ച് ഇലയും കൊണ്ടുവന്നു, വാഴയില. എന്നിട്ട് ആവശ്യമുള്ള സോഡ വാങ്ങി പൊട്ടിച്ച് ഈ കുടത്തിലൊഴിച്ച് ഈ ഇല കൊണ്ട്, വാഴയില കൊണ്ട് ചുറ്റിക്കെട്ടി കുമ്പളങ്ങിയിലേക്ക് ചുമന്നു കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കടക്കാരൻ ഞാൻ തോപ്പിച്ചിരിക്കുന്നൊരു ഭാവത്തിലാണ് കുമ്പളങ്ങിക്കാരൻ്റെ യാത്ര. കല്യാണങ്ങൾക്കൊക്കെ ഈ സോഡ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ചാരായക്കാരൻ വല്യപ്പൻ്റെ ചാരായക്കടയിൽ ആദ്യകാലത്ത് ഈ കൂജയിൽ വെച്ചിരിക്കുന്ന തണുത്ത വെള്ളവും പിന്നീട് സോഡയുമാണ് വന്നത്. അപ്പനൊക്കെ ചെല്ലുമ്പോൾ അപ്പന് വൈകുന്നേരം 7 മണിക്ക് കട അടച്ച് ചെല്ലുന്ന സന്ദർഭത്തിൽ 1-2 ഡ്രാം ഒഴിച്ചു കൊടുക്കും, വെള്ളമോ അല്ലെങ്കിൽ സോഡയോ ഒഴിക്കും.
ഞങ്ങൾ അപ്പൻ്റെ കൂടെ ചെല്ലുന്നവരാണ് അപ്പനെ കടയിൽ നിന്ന് കൊണ്ടുവരാൻ. അപ്പോൾ എനിക്കും എൻ്റെ അനിയനും താറാവ് മുട്ട പുഴുങ്ങി അത് അവിടെ ചെമ്പ് കമ്പി ഇട്ടിട്ടുണ്ട്. ആ കമ്പി കൊണ്ട് 4ആയിട്ട് പകുത്ത് അതിനകത്ത് ഉപ്പും കുരുമുളകും ഇട്ട് തരും ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾക്ക് അപ്പൻ്റെ കൂടെ ഈ വല്യപ്പൻ്റെ ചാരായക്കടയിൽ പോകുന്ന വലിയ സന്തോഷമാണ്. ഈ വല്യപ്പനെ സംബന്ധിച്ചിടത്തോളം അല്പം പൊക്കക്കുറവാണ്, പക്ഷെ നല്ല ആരോഗ്യമാണ്. അത് ചവിട്ട് നാടകത്തിൻ്റെ ആശാനായിരുന്നു. അപ്പോൾ പാട്ടുപാടിയാണ് ചവിട്ട് നാടകം നടത്തുന്നത്. അപ്പോൾ കാല് പൊക്കി വേണം ചവിട്ട് നടാൻ. അപ്പോൾ ഏതോ സന്ദർഭത്തിൽ വല്യപ്പൻ ചവിട്ട് നാടകം നടത്തിയപ്പോൾ അദ്ദേഹം അല്പം നഗ്നനായി. കോണാൻ പോലും ഉടുത്തിരുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ വല്യപ്പൻ തന്നെ പിന്നീട് മറ്റൊരു സന്ദർഭത്തിൽ ചവിട്ട് നാടകം നടത്തിയപ്പോൾ വീണ്ടും നഗ്നനായി. അപ്പോൾ പാട്ടുകാരെന്ന പാട്ടുണ്ട്, ക്ലാരിനെറ്റ് ഉൾപ്പെടെയുള്ളതൊക്കെ വെച്ച് പാടി ബാൻഡുണ്ട്, ഇങ്ങനെ പാട്ട് സെറ്റുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു 1946 പുറത്തു ചാടിയവൻ 48 പുറത്ത് ചാടിയിരിക്കുന്നു. ഇത് ഡുണ്ടുണ്ടും അത് ഡുണ്ടുന്നാണ് അടിക്കും ബാൻഡിൽ. ഇതൊരു തമാശയായിട്ടാണ് പറയുന്നത്. പക്ഷേ ഈ നാടകത്തോട് വലിയ താല്പര്യമാണ്. 3 ദിവസം നീണ്ടു നിൽക്കും. നാട്ടിലെ പ്രമാണിമാരെല്ലാം ഒത്തുചേർന്നിട്ടാണ് ഈ നാടക സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. മാത്രമല്ല നന്നായി നാടകം കഴിക്കുന്ന ആളുകളെ സ്റ്റേജിൽ വെച്ച് തന്നെ അംഗീകരിക്കും. ഈ കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കാണികളിൽ നിന്നും ചില ആളുകൾ ഓടിച്ചെന്നിട്ട് ഒരു മോതിരം ഇട്ട് കൊടുക്കും, ഇല്ലെങ്കിൽ വെള്ളയപ്പം കൊടുക്കും, ഇല്ലെങ്കിൽ ഒരു ഷോള് പുതപ്പിച്ച് കൊടുക്കും, ഇല്ലെങ്കിൽ ഒരു കിരീടം വെച്ച് കൊടുക്കും. അപ്പോൾ ഇതിനിടയിലുള്ള ഒരു കലാപരിപാടിയാണ് ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഈ കിരീടം വെച്ച് കൊടുക്കുന്നത്, നാട ഇട്ട് കൊടുക്കുന്ന, അപ്പം ഉൾപ്പെടെ പലഹാരം കൊടുക്കുന്നത്. ചിലർ പറയാറുണ്ട് കളിക്കാർ തന്നെ ഇതിനുള്ള സംവിധാനങ്ങൾ മുൻകൂട്ടി ചെയ്തിരിക്കുമെന്നാണ്. ഏതായാലും ആ ദിവസങ്ങളൊക്കെ ഈ കളിയുടെ ദിവസങ്ങളൊക്കെ ജനങ്ങളെ സംബന്ധിച്ചുള്ള സന്തോഷമുള്ള കാര്യമാണ്. മറ്റൊന്നാണ് പരിശമുട്ട് കളി. അതും ഇതുപോലെ തന്നെ പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതാണെന്നാണ് വെക്കുന്നത്. പലിശയും വാളുമാണ്. പലിശയും വാളുമായിട്ട് പാട്ടുകൾ പാടി അത് സെൻറ്റ് ജോർജിനെ കുറിച്ച് ആണ് പാട്ട് പാടുന്നത്. അപ്പോൾ ആ സെൻറ്റ് ജോർജിൻ്റെ രൂപവും ഒക്കെ മുമ്പിൽ വെച്ച് പുറകിൽ ഈ വാളും പരിചയമായി പാട്ടുപാടി ആളുകൾ നീങ്ങും ഒരു വരിയായിട്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയ ഭക്തിയുടെ കൂടി ഭാഗമാണ്. കുമ്പളങ്ങിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ വലിയ താല്പര്യമുണ്ട്, വലിയ സഹകരണമുണ്ട്. മറ്റൊന്നാണ് വള്ളംകളി. ജൂൺ 3 സാധാരണ വള്ളംകളി നടക്കുന്നത്. അത് വലിയ മഴയായിരിക്കും. സെൻറ്റ് ജോൺ ദിനം എന്നാണ് പറയുന്നത്. ആ സെൻറ്റ് ജോണിൻ്റെ ദിവസം മലയിൽ നിന്നും വെള്ളം പൊട്ടി 7 ആന ഒഴുകും എന്ന് പറയാറുണ്ട്. അത്രമാത്രം വലിയ മഴയാണ്. ആ സന്ദർഭത്തിലാണ് ഞങ്ങളുടെ ഈ വള്ളംകളി നടക്കുന്നത്. പറമ്പിത്ര മാസ്റ്ററും കോച്ചേരിയിൽ ആൻ്റണി ചേട്ടനും എൻ്റെ അപ്പൻ്റെ അനിയൻ ലോനച്ചൻ മാഷും അതുപോലെ അവിടുത്തെ INTUC നേതാവായ ചങ്കുണ്ണിയും അങ്ങനെയുള്ള ആ ഒരു സെറ്റ് മുഴുവൻ അവരെല്ലാം ഈ വള്ളംകളിയുടെ മുമ്പിൽ നിൽക്കും. അതിൽ വേറൊരു പ്രധാനപ്പെട്ട ആൾ പെരുമ്പള്ളി വക്കച്ചനാണ്. അദ്ദേഹം INTUCയിലെ നേതാവായ വെല്ലിംഗ്ടണിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഇവരെല്ലാം കൂടെ വള്ളംകളി നടത്തുന്നത്. പ്രധാനപ്പെട്ട എത്രയോ വള്ളങ്ങൾ, പടക്കുതിര എന്ന് പറയുന്നത് കണ്ണമാലിയിൽ നിന്നും വരുന്ന ഒരു മേജോടെ ഒക്കെ ഒരു വള്ളമാണ്. അങ്ങനെ ഒത്തിരി വള്ളങ്ങളുണ്ട്. ഇതെല്ലാം തമ്മിൽ വലിയ മത്സരമാണ്. ഈ മത്സരങ്ങൾക്കെല്ലാം അകമ്പടിയായിട്ട് മദ്യമുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ കുമ്പളങ്ങിക്കരയിൽ ഇത് കാണാൻ വേണ്ടി 100 കണക്കിന് ആളുകളാണ് ഒന്നിച്ചു ചേരുന്നത്. മറ്റൊന്ന് ഈ ഓണം വരുന്ന സന്ദർഭത്തിൽ കൈകൊട്ടി കളിക്കലാണ്. വട്ടം നിന്ന് കൈകൊട്ടി കളിക്കുക. സ്ത്രീകളാണ് പ്രധാനമായിട്ടും ഈ കളി നടത്തുന്നത്. അവരിങ്ങനെ വട്ടം കൂടി നിന്നുള്ള കൈകൊട്ടി നല്ല പാട്ടുകളൊക്കെ പാടി ഈ ഒന്നിച്ച് ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണിത്. ഞാൻ മന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ 2001 എനിക്ക് വലിയ സ്വീകരണം നൽകി. അന്ന് ഡൊമിനിക് പ്രസൻറ്റേഷനാണ് MLA, കൊച്ചി MLA. അപ്പോൾ വലിയ സ്വീകരണം കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ടേ, നിങ്ങൾക്ക് എന്ത് സഹായം എനിക്ക് ചെയ്യാൻ പറ്റും? അവർ പറഞ്ഞു, സാറേ ഇവിടെ ഒരു മദ്യഷോപ്പ് തുടങ്ങണം, ബിവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റ് തുടങ്ങണം,
തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തോമ്പടി പോയി മദ്യം കഴിച്ച് ഇവിടെ വരുമ്പോൾ അതെല്ലാം തീരും. അപ്പോൾ അവരുടെ ആവശ്യം ഒരു മദ്യഷാപ്പ് തുടങ്ങുക എന്നതായിരുന്നു. ഞാൻ തിരിച്ച് തിരുവനന്തപുരത്ത് ചെന്ന് ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഇവരെ സഹായിക്കാൻ പറ്റും? അപ്പോൾ അവർ പറഞ്ഞു, സാറേ പഞ്ചായത്തുകളിൽ മദ്യഷോപ്പ് ഉണ്ടാവാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, പഞ്ചായത്തുകളിലെങ്കിലും കുമ്പളങ്ങി ഒരു മോഡൽ ടൂറിസം വില്ലേജും മോഡൽ മത്സ്യഗ്രാമവുമാണ്. അതിൻ്റെ പേരിൽ കൊടുത്തു, ടൂറിസത്തിൻ്റെ പേരിൽ കൊടുത്തുകൂടെ? അങ്ങനെയാണ് ഞങ്ങളവിടെ ഒരു ബിവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റ് തുടങ്ങിയത്. ആ ഔട്ട്ലെറ്റിലേക്ക് ആദ്യത്തെ വണ്ടി ലോറിയിൽ മദ്യം വന്നപ്പോൾ നാട്ടുകാർ സൗജന്യമായിട്ടാണ് ചുമന്ന് കൊടുത്തത്. ചെണ്ടമേളങ്ങളോടുകൂടി ആ ലോറി സ്വീകരിച്ചത്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ ആവശ്യം അന്ന് ഒരു മദ്യഷോപ്പ് വേണം, ബിവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റ് വേണം. അതേസമയത്ത് അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ, അത് വേണ്ട സാറേ, ഞങ്ങളൊരു സ്മോളൊക്കെ അടിച്ച് ഞങ്ങൾ റോട്ടിൽ പാട്ടും പാടി നടക്കുമ്പോൾ ഈ പോലീസുകാർ വന്ന് ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോയി, സാറ് തന്നെ വരണ്ടേ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ. അതുകൊണ്ട് ഞാൻ കുമ്പളങ്ങിയിൽ ഒരു പോലീസ് സ്റ്റേഷൻ വേണ്ട. അതുകൊണ്ടാണ് അവിടെ ഒരു ഔട്ട് പോസ്റ്റ് വെച്ചിട്ടുണ്ട്. ഒരു പോലീസ് സ്റ്റേഷൻ ഇല്ല അവിടെ. മാത്രമല്ല അവിടെ കൊലപാതകങ്ങൾ നടന്നിട്ടില്ല. എൻ്റെ ഓർമ്മയിൽ ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. സാമൂഹ്യ സ്പർദ്ധയില്ല. അവിടെ പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് ലത്തീൻകാരുണ്ട്, ഈഴവരുണ്ട്, പുലയരുണ്ട്. രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളുണ്ട് പലർക്കും. അവിടുത്തെ കത്തോലിക്കൻ്റെ ബഹുഭൂരിപക്ഷവും കോൺഗ്രസ്സുകാരാണ്. ഈഴവർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ ചേർന്ന് നിൽക്കുന്നു. അതുപോലെ പുലയരുമൊക്കെ അങ്ങനെയാണ് നിൽക്കുന്നത്. അത് കമ്മ്യൂണിസ്റ്റുകാർ ദേവാലയം കൈയടക്കും എന്ന് പറഞ്ഞ് ഈ ദേവാലയങ്ങൾക്ക് ചുറ്റും ഈ വേലി കെട്ടി, ഓരോരുത്തർ അവരുടെ വീടുകളിൽ നിന്നും ഈ വേലിപ്പത്തൽ കൊണ്ടുവന്ന് ഇട്ട് വേലി കെട്ടി. അപ്പോൾ അന്നേരം കാവൽ വെച്ച ആളുകൾ, കാരണം കമ്മ്യൂണിസ്റ്റുകാർ പള്ളി കയറും എന്നായിരുന്നു അന്നത്തെ പ്രചരണം.